നമ്മുടെ ലൈഫിൽ നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം കംപ്ലീറ്റ് ടെക്നോളജി നമ്മുടെ മൊബൈലിൽ നിന്ന് കിട്ടും. കോൾ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ലൈഫ് തന്നെ നമ്മുടെ മൊബൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇതിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട് കാലാകാലമായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളത്. പലപ്പോഴായിട്ട് അതിനെതിരെ എത്ര ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാലും ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കും. ഈ ലൈഫ് സ്റ്റൈൽ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞ് പല ആളുകളാണ് പലപ്പോഴും ഇങ്ങനെ പറഞ്ഞ് കാണാറുള്ളത്. മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കും, ഉപയോഗിക്കരുത്, ബ്രെയിൻ ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളതും. ഒരുപാട് പഠനങ്ങളുണ്ട്. ഈ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു കോസ്മോസ് പ്രൊജക്റ്റ്, ഒരു പ്രോസ്പെക്റ്റീവ് കൊഹോർട്ട് സ്റ്റഡിയാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളിൽ 7 വർഷത്തോളം അവരെ ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് ബ്രെയിൻ ട്യൂമർ, അക്കോസ്റ്റിക് ന്യൂറോമ, മെനിഞ്ചിയോമ അങ്ങനെ ഏതെങ്കിലും അസുഖങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടോ എന്ന് നടത്തിയ പഠനത്തിലാണ് ഒരു തരത്തിലുള്ള ബ്രെയിൻ ട്യൂമറും മൊബൈൽ ഫോൺ കാരണം വന്നിട്ടില്ല. കാരണം ഈ മൊബൈൽ ഫോണിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ നോൺ അയോണൈസിങ് റേഡിയേഷനാണ്. നമ്മുടെ കോശങ്ങൾ അങ്ങനെ നശിപ്പിക്കുന്ന ടൈപ്പുള്ള റേഡിയേഷൻസ് അല്ല. അതുകൊണ്ട് തന്നെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ മൊബൈൽ ഫോൺ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ പല പ്രശ്നങ്ങളും മൊബൈൽ ഫോൺ ഉണ്ടാക്കാം. നമുക്ക് ഉറക്കക്കുറവുണ്ടാക്കാം, നമുക്ക് ആങ്ഷൈറ്റി ഉണ്ടാക്കാം, സ്ട്രെസ്സ് ചിലപ്പോൾ ഉണ്ടാക്കാം, നമുക്ക് ഈ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കാര്യമായിട്ടുണ്ടാകുന്ന ഒരു ഫിസിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയാണ്. നമ്മുടെ പോക്കറ്റിൽ സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള റേഡിയേഷൻ ചിലപ്പോൾ നമ്മുടെ സ്പേംസിനും നമ്മുടെ ബീജത്തെ നശിപ്പിക്കാം. അങ്ങനെ സ്പേം കൗണ്ട് കുറയാനും ഉള്ള സ്പേമുകൾക്ക് മോട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാനും അതുവഴി കുട്ടികളില്ലാതിരിക്കാനുള്ള ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പഠനങ്ങളിൽ പ്രൂവ് ചെയ്തതാണ്. ഇതല്ലാതെ മേജർ ഹെൽത്ത് ഇഷ്യൂ ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഉണ്ടാകുന്നതല്ല. ചില ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതെങ്കിലും ക്യാൻസർ പോലുള്ള മേജർ പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ WHO നമ്മൾ മൊബൈൽ ഫോൺ യൂസേജ് കുറക്കണമെന്നും മൊബൈൽ ഫോൺ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വഴിയൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെയുള്ള അതിനെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്.